ഷാരോൺ വധക്കേസിൽ വിധി വന്നതോടെ കേരളത്തിൽ ഇപ്പോൾ വധശിക്ഷ കാത്ത് ജയിലിൽ കഴിയുന്നത് രണ്ട് സ്ത്രീകളാണ്. ഒന്ന് വിഴിഞ്ഞത്തെ 70-കാരിയുടെ കൊലപാതകത്തിലെ പ്രതി റഫീഖ ബീവിയാണ്. രണ്ടാമത്തേത് ഇന്ന് വധശിക്ഷ ലഭിച്ച ഷാരോൺ വധക്കേസിലെ പ്രതി ഗ്രീഷ്മയും. ഈ രണ്ട് പ്രതികൾക്കും വധശിക്ഷ വിധിച്ചത് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി AM ബഷീർ തന്നെയാണ്. കൃത്യം 1 വർഷം മുൻപായിരുന്നു വിഴിഞ്ഞത്തെ 70-കാരിയുടെ കൊലപാതകത്തിൽ പ്രതി റഫീഖ ബീവിക്ക് കോടതി വധശിക്ഷ വിധിച്ചത്. മുല്ലൂർ ശാന്തകുമാരി വധക്കേസിൽ 3 പ്രതികൾക്കാണ് അന്ന് വധശിക്ഷ വിധിച്ചത്. അക്കൂട്ടത്തിലെ ഏക സ്ത്രീ റഫീഖ ബീവിയാണ്. ഗൂഢാലോചന, കൊലപാതകം, തെളിവ് നശിപ്പിക്കൽ, കവർച്ച എന്നീ വകുപ്പുകൾ പ്രകാരമാണ് പ്രതികളെ കുറ്റക്കാരായി കണ്ടെത്തിയത്. 2021 ജനുവരി 14-നായിരുന്നു ശാന്തകുമാരിയെ പ്രതികൾ അതിക്രൂരമായി കൊലപ്പെടുത്തിയത്. ഒറ്റയ്ക്ക് താമസിക്കുകയായിരുന്ന വിധവയായ ശാന്തകുമാരിയുടെ സ്വർണ്ണാഭരണങ്ങൾ കവർച്ച ചെയ്യാൻ അയൽവീട്ടിൽ വാടകക്കാരായി വന്ന പ്രതികൾ ഗൂഢാലോചന നടത്തി കൃത്യം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുകയായിരുന്നു. പിന്നീട് മൃതദേഹം തട്ടിൻപുറത്തെ ആസ്ബറ്റോസ് മേൽക്കൂരയ്ക്കും തട്ടിനുമിടയിലുള്ള സ്ഥലത്ത് ഞെരുക്കി ഒളിപ്പിച്ചു വെച്ചു. 34 സാക്ഷികളെയാണ് ശാന്തകുമാരി വധക്കേസിൽ പ്രോസിക്യൂഷൻ വിസ്തരിച്ചത്. തുടർന്നാണ് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി പ്രതികൾക്ക് വധശിക്ഷ വിധിച്ചത്. ഈ കേസിന് പിന്നാലെയാണിപ്പോൾ ഒരു സ്ത്രീയെ കൂടി കേരളത്തിൽ വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുന്നത്. കേരളത്തിലെ കുറ്റവാളികളുടെ ചരിത്രത്തിൽ പുതിയ റെക്കോർഡാണ് ഷാരോൺ വധക്കേസിലെ വിധിയോടെ ഗ്രീഷ്മയ്ക്ക് ലഭിച്ചത്. കേരളത്തിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കുറ്റവാളിയാണ് 24-കാരിയായ ഗ്രീഷ്മ. വിധി വായിക്കുമ്പോൾ കോടതി മുറിയിൽ നിർവികാരയായി നിൽക്കുകയായിരുന്നു ഗ്രീഷ്മ. ഗ്രീഷ്മയ്ക്ക് പ്രായത്തിന്റെ ഇളവ് നൽകാനാകില്ലെന്ന് കോടതി നിരീക്ഷിച്ചു. ഷാരോൺ രാജ് വധക്കേസ് അപൂർവങ്ങളിൽ അപൂർവമാണെന്ന് കോടതി നിരീക്ഷിച്ചു. ഗ്രീഷ്മ നടത്തിയത് സമർത്ഥമായ കുറ്റകൃത്യമാണെന്ന് കോടതി വിലയിരുത്തി. അന്വേഷണം വഴിതിരിച്ചുവിട്ട കുറ്റത്തിന് കോടതി 5 വർഷം തടവും 50,000 രൂപ പിഴയും, കൊലപാതകത്തിന് വേണ്ടിയുള്ള തട്ടിക്കൊണ്ടുപോകലിന് 10 വർഷം തടവും, കൊലപാതകത്തിന് വധശിക്ഷയുമാണ് വിധിച്ചിരിക്കുന്നത്. അതേസമയം ഗ്രീഷ്മയ്ക്ക് കൂടി തൂക്കുകയർ വിധിച്ചതോടെ കേരളത്തിൽ വധശിക്ഷ കാത്ത് ജയിലിൽ കിടക്കുന്ന പ്രതികളുടെ എണ്ണം 39ആയി ഉയർന്നു. കഴിഞ്ഞ വർഷം രഞ്ജിത്ത് ശ്രീനിവാസൻ കേസിൽ 15 പ്രതികൾക്കാണ് തൂക്കുകയർ വിധിച്ചത്. എന്നാൽ 1991 കണ്ണൂർ സെൻട്രൽ ജയിലിലാണ് അവസാനമായി വധശിക്ഷ നടപ്പിലാക്കിയത്. സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ച അപൂർവങ്ങളിൽ അപൂർവമായ കുറ്റകൃത്യങ്ങളിലാണ് നീതിന്യായ പീഠം പ്രതിക്ക് തൂക്കുകയർ വിധിക്കുന്നത്. പ്രതി യാതൊരു ദയയും അർഹിക്കുന്നില്ലെന്ന് തെളിവുകളിലൂടെ ബോധ്യമാകുന്ന ഘട്ടത്തിലാണ് വധശിക്ഷ നൽകുക.